അസ്സലാമു അലൈക്കും. സത്യവിശ്വാസിക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും പ്രതിഫലം കരസ്ഥമാക്കാനുമുള്ള അസുലഭ അവസരമാണിത്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ധാരാളം പ്രതിഫലം നൽകുന്നതിനായി ചില അവസരങ്ങൾ സൃഷ്ടിച്ചു നൽകാറുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് തൻ്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നതിനു വേണ്ടി അവൻ പ്രത്യേക കാലവും സമയവും നിർണയിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള പ്രത്യേക പുണ്യകാലങ്ങളിൽ പെട്ടതാണ് വിശുദ്ധ റമദാൻ. റമദാനിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്നതിനായി റമദാനിൽ അനുഷ്ഠിക്കുന്ന വിവിധ സൽക്കർമ്മങ്ങളുടെയും ശ്രേഷ്ഠതകൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ എന്തെല്ലാം നന്മകൾ റമദാനിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. അത്തരത്തിൽ റമദാനിൽ നാം അനുഷ്ഠിക്കേണ്ട പ്രത്യേക പുണ്യമുള്ള അനുഷ്ഠാന കർമ്മമാണ് നോമ്പ്. സ്രഷ്ടാവിനോടുള്ള സാമീപ്യവും വർദ്ധിച്ച പ്രതിഫലങ്ങളും വ്രതത്തിന്റെ നിരവധി നേട്ടങ്ങളിൽ പെട്ടതാണ്. റമദാൻ മാസത്തിൽ ഈ ആനുകൂല്യങ്ങൾ ഓരോന്നും ഇരട്ടിയാകുന്നു. ലൗകിക വ്യതിചലനങ്ങളിൽ നിന്ന് നമ്മെ അകറ്റാൻ നോമ്പ് കാരണമാകുമെന്ന വസ്തുത നാം എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും വർഷത്തിലൊരിക്കൽ നമ്മുടെ നിലനിൽപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം നാം തിരിച്ചറിയുന്നു. കൂടാതെ നോമ്പിന്റെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നത് ശാന്തതയുടെയും സമാധാനത്തിന്റെയും വികാരങ്ങൾ ഉളവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദുനിയാവിന്റെ തിരക്കുകളിൽ നിന്നുള്ള ഈ രക്ഷപ്പെടൽ നമ്മുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമാക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ അള്ളാഹുവുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കുന്നു. നമസ്കാരം മുതൽ ദാനധർമ്മം വരെ നമ്മുടെ വിശ്വാസത്തിന്റെ ഓരോ വിഭാഗത്തെയും ഉയർത്താൻ റമദാൻ മാസം നമ്മെ ശക്തിപ്പെടുത്തുന്നു. റമദാനിലെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടാനുള്ള അവസരം. വർഷം മുഴുവനും നമ്മുടെ എല്ലാ തെറ്റുകളും അശ്രദ്ധയും ഉണ്ടായിരുന്നിട്ടും നാം അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു. വിശ്വാസികളുടെ എല്ലാ പാപങ്ങളും അവൻ പൊറുക്കുന്ന മാസമാണിത്. വർഷത്തിലെ ആ സമയത്താണ് അള്ളാഹു തൻ്റെ ദാസന്മാരോട് പ്രത്യേകിച്ച് കരുണ കാണിക്കുന്നത്. ഓരോ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തേടുന്നത് നമ്മുടെ മുഴുവൻ ദിവസത്തിനും ബർക്കത്ത് നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ വിവിധ പ്രാർത്ഥനകളിലൂടെ സ്വയം പരിരക്ഷിക്കാൻ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ ഫജറിനു ശേഷം സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യ ദുആകൾ ചൊല്ലാൻ കുറച്ച് സമയം ചെലവഴിക്കുക. അള്ളാഹുവേ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അള്ളാഹുവേ, എൻ്റെ കേൾവി ശക്തി നൽകണമേ. അള്ളാഹുവേ, എൻ്റെ കാഴ്ചയുടെ ആരോഗ്യം നൽകണമേ. നീയല്ലാതെ മറ്റാർക്കും ആരാധിക്കപ്പെടാൻ അവകാശമില്ല. എല്ലാ ദിവസവും രാവിലെ സൂറത്ത് ഇഖ്ലാസ്, സൂറത്തുൽ അൽ ഫലക്, സൂറത്ത് അന്നാസ് എന്നിവയും നാം 3 തവണ പാരായണം ചെയ്യണം. അതുപോലെ നോമ്പ് അവസാനിപ്പിക്കുമ്പോഴുള്ള ദുആ: അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചു, നിന്നിൽ വിശ്വസിച്ചു, നിന്നിൽ ഭരമേൽപ്പിച്ചു, നിന്റെ ഉപജീവനം കൊണ്ട് ഞാൻ തുറക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും ദുആ ചെയ്യാം: ദാഹം ശമിച്ചു, ഞരമ്പുകൾ കുളിർത്തു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. നമ്മുടെ നോമ്പിലുടനീളം നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നോമ്പുകാലത്ത് അള്ളാഹുമായുള്ള നിശബ്ദ ബന്ധം നമ്മുടെ മനസ്സിന് അസാധാരണമായ ഒരു സമാധാനം നൽകുന്നു. ദിവസം മുഴുവൻ അവൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന നിന്റെ കാരുണ്യത്താൽ എനിക്ക് പുറത്തു തരണമേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. റമദാനിലൂടെ നേടിയെടുക്കേണ്ട പ്രധാന ലക്ഷ്യമാണ് തഖ്വ. അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതു തന്നെ നാം തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. അള്ളാഹു താല പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയത്രയത്. നോമ്പ് നിർബന്ധമാക്കിയതിലെ യുക്തി ഈ ഖുർആൻ വാചനത്തിൽ നിന്നു തന്നെ വ്യക്തമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ ആരാധിക്കുക എന്നതാണ് നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. തഖ്വ എന്നാൽ നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുകയും കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.